Welcome to today's class. In today's class, we are going to discuss about Aristotle's Poetics. നമ്മുടെ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസിസം പേപ്പറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ്. We all know that Aristotle was a Greek philosopher and polymath during classical period. Polymath means a person who has wide knowledge or learning. So, his lifespan 384 BC to 322 BC. 384 BC to 322 BC. He was the distinguished disciple of Plato and tutor of Alexander the Great. So, പ്ലാറ്റോൻ്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ദെൻ Aristotle was the founder of Lyceum School. Aristotle was the founder of Lyceum School. Lyceum School, it was a peripatetic school of philosophy. That means a group of people traveled around and studied. So, he was the founder of Lyceum School. And Plato was the founder of academy. Plato was the founder of academy. Plato's school. പ്ലാറ്റോയുടെ സ്കൂളിൻ്റെ പേരാണ് അക്കാഡമി. അത് ഏതൻസിലായിരുന്നു, ക്ലാസിക്കൽ ഏതൻസിലായിരുന്നു പ്ലാറ്റോൻ്റെ അക്കാഡമി ഉണ്ടായിരുന്നത്. അരിസ്റ്റോട്ടിൽ സ്റ്റഡി ദർ ഫോർ 20 years. ഏകദേശം 20 വർഷത്തോളം അരിസ്റ്റോട്ടിൽ പ്ലാറ്റോൻ്റെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷമാണ് അരിസ്റ്റോട്ടിൽ ലൈസിയം സ്കൂൾ സ്ഥാപിച്ചത്. സോ നമുക്കത് മാറിപ്പോവാതിരിക്കാൻ ഞാൻ കൊടുത്തിട്ടുള്ളൊരു കോഡാണ് ലൈസിയം. അരിസ്റ്റോട്ടിലിൻ്റെ അല്ലേ ലൈസിയം, ALY, അലി എന്ന് പറയാം നമുക്ക്. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ലൈസിയം, പ്ലാറ്റോസ് അക്കാദമി. അപ്പോൾ PA, നമുക്ക് PA എന്ന് കൊടുക്കാം. സോ Aristotle was the founder of Lyceum School. നമ്മൾ പറഞ്ഞു പ്ലാറ്റോസ് അക്കാദമി. സോ ഇനി വർക്ക്സ് ഓഫ് അരിസ്റ്റോട്ടിൽ: പോയറ്റിക്സ്, റെട്രിക്, മെറ്റാഫിസിക്സ്, മാഗ്ന മൊറാലിയ. പോയറ്റിക്സ്, റെട്രിക്, മെറ്റാഫിസിക്സ്, മാഗ്ന മൊറാലിയ. അദ്ദേഹത്തിൻ്റെ 6 ക്രിട്ടിക്കൽ ട്രീറ്റൈസസ്. സോ 6 ക്രിട്ടിക്കൽ ട്രീറ്റൈസസിൽ, അത് വിമർശന പ്രബന്ധങ്ങളിൽ, ഓൺലി 2 ആർ എക്സ്റ്റന്റ്. 2 മാത്രമാണ് നിലവിലുള്ളൂ, പോയറ്റിക്സും റെട്രിക്സും. സോ out of his 6 critical treatises, only 2 are extant, poetics and rhetoric. The former, the art of poetry. So, poetics deals with the art of poetry and rhetoric. The latter deals with art of speaking. So, poetics deals with the art of poetry and rhetoric deals with the art of speaking. And approach. സയൻറ്റിഫിക് വൺ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ്. ഒബ്സർവേഷനിലും അനാലിസിസിലും എല്ലാം ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഡ്രൈഡൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് നോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതായത് ഡ്രൈഡൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈഡൻ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസേണിങ് ദി പർപ്പസ് ഓഫ് ട്രാജഡി ദാറ്റ് had Aristotle seen English tragedies, he might have changed his mind. ഡ്രൈഡൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിസ്റ്റോട്ടലിൻ്റെ പർപ്പസ് ഓഫ് ട്രാജഡിക്ക് ചിലപ്പോൾ മാറ്റം വരുമായിരിക്കാം. എങ്ങനെ? അദ്ദേഹം ഇംഗ്ലീഷ് ട്രാജഡീസ് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയേക്കാം എന്നാണ് പറയുന്നത്. അതാണ് ഡ്രൈഡൻ്റെ ഒപ്പീനിയൻ. ഇനി പ്ലാൻ ഓഫ് പോയറ്റിക്സ്. 50 pages, 50 pages, 26 small chapters. 50 pages, 26 small chapters. Second part is lost.
സെക്കൻഡ് പാർട്ട് നഷ്ടപ്പെട്ടു. അത് ഡിസ്കഷൻ ഓഫ് കോമഡി ആൻഡ് കഥാസിസ് ആണെന്ന് പറയപ്പെടുന്നു. ഇറ്റ് വാസ് ലോസ്റ്റ്. 1, 2, 3, 4 and 25 are devoted to poetry. അതായത് 1, 2, 3, 4 and 25. 1 to 4 then 25 are devoted to poetry. അത് പോയിട്രിക്ക് വേണ്ടി ഡിവോട്ടഡ് ആണ്. ആൻഡ് ഫിഫ്ത്ത് ടു കോമഡി ആൻഡ് എപ്പിക്. കോമഡിക്കും എപ്പിക്കിനും വേണ്ടിയിട്ട് ഫിഫ്ത്ത് ചാപ്റ്റർ നീക്കി വെച്ചിരിക്കുന്നു. ദെൻ 6 to 19 എക്സ്ക്ലൂസീവ്ലി ടു ട്രാജഡി. 6 to 19, 6 മുതൽ 19 വരെയുള്ള ചാപ്റ്റേഴ്സ് are devoted exclusively to tragedy. ട്രാജഡിക്ക് വേണ്ടി മാത്രം 6 to 19 വരെയുള്ള ചാപ്റ്റേഴ്സ് ഡിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ 20, 21, 22 for poetic diction. So 20, 21, 22 deals with poetic diction, and 23, 24 for epic poetry. 23, 24 for epic poetry. 26th comparison of poetry and tragedy. 26th comparison of epic poetry and tragedy. So once again 1, 2, 3, 4 and 25th are devoted to poetry. 5th for comedy and epic. 6 to 19 exclusively to tragedy. 20, 21, 22 for poetic diction. 23, 24 for epic poetry. 26th comparison of epic poetry and tragedy. Main concern. So Aristotle's main concern was tragedy, most developed form of poetry. Most developed form of poetry tragedy ആണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പോയട്രി, കോമഡി ആൻഡ് എപ്പിക് ഇവയെല്ലാം മദർ ആൻഡ് സിസ്റ്റർ ഫോംസ് ആണ്. സോ ട്രാജഡി മോസ്റ്റ് ഡെവലപ്ഡ് ഫോം ഓഫ് പോയട്രി. ഇനി De Poetica, earliest surviving work of dramatic theory and first extent of philosophical treatise to focus on literary theory. I just mentioned. Poetics was a response to his teacher Plato. We already told that he was a distinguished disciple of Plato. So this poetics was a response to his teacher Plato. Plato attacks art. Plato ആർട്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ബുക്ക് 10 ഓഫ് ഹിസ് റിപ്പബ്ലിക്. അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിലെ ബുക്ക് 10 പ്ലാറ്റോ ആർട്ടിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. Plato says art is twice removed from reality as it's just an imitation of an imitation. അതായത് പ്ലാറ്റോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഈസ് ട്വൈസ് റിമൂവ് ഫ്രം റിയാലിറ്റി. റിയാലിറ്റിയിൽ നിന്നും ട്വൈസ് റിമൂവ്ഡ് ആണ് ആർട്ട് എന്നാണ് പറയുന്നത്. ഒരു ഇമിറ്റേഷൻ്റെ ഒരു ഇമിറ്റേഷനാണ്. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമിറ്റേഷൻ ഓഫ് എൻ ഇമിറ്റേഷൻ എന്നാണ് റിപ്പബ്ലിക്കിൻ്റെ ബുക്ക് 10 പ്ലാറ്റോ ആർട്ടിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് കാർപ്പൻ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. കാർപ്പൻ്ററിൻ്റെ വർക്ക്